മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഷാനവാസും നിവീനും തമ്മിൽ പൊരിഞ്ഞടിയാണ്. ആഹാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഫൈറ്റ് നടക്കുന്നത്. ഓൾറെഡി രാവിലെ എല്ലാവരും ചേർന്ന് കിച്ചൺ ടീമിനെ വലിച്ചു കീറിയിരുന്നു. ഇന്നലെ ഡിന്നർ കൊടുത്തില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആണ്, രാവിലെ ബെഡ് കോഫി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വീട്ടിലുള്ള ആർക്കും സമയത്ത് ഫുഡ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സമയത്തിന് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി കിച്ചൺ ടീം ചോറും ഒരു കറിയുമേ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഷാനവാസും കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായ നിവീനും തമ്മിൽ പൊരിഞ്ഞടി നടക്കുന്നത്. ഷാനവാസ് പറയുന്നത് ഇവിടെ സാധനങ്ങൾ കൂടുതലുണ്ട്, പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തോരൻ വെക്കാനുള്ള എല്ലാ സാധനങ്ങളുമുണ്ട്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു തോരൻ കൂടി വെച്ചുകൂടാ? അപ്പോൾ നിവീൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമയത്തിന് ഫുഡ് തരാൻ വേണ്ടിയാണ് ഒരു കറിയായിട്ട് കുറച്ചത്. ഒന്നും രണ്ടും കറികൾ കൂട്ടി തിന്നാൻ വേണ്ടി. ഇത് സ്വന്തം വീടല്ല, ബിഗ് ബോസ് ഹൗസാണ്. ഒരു കറി വെക്കുന്നതിൻ്റെ പേരിൽ ഷാനവാസും നിവീനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ഇത് നിന്റെ വാശിയാണ്, ധാർഷ്ട്യമാണ്, ചെറ്റത്തരം കാണിക്കുന്നു. ഇത് നിന്റെ അഹങ്കാരവും ഈഗോയുമാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തരില്ല എന്ന് നീ ഉറപ്പിച്ചിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ആൾ തിരക്കൊന്നും ഇവിടെയില്ല. 10ഉം 21 പേരുള്ളപ്പോഴും 2 കറികൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് 2 കറി വെച്ചുകൂടാ? ഇവിടെ ഇപ്പോൾ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ നവീൻ പറയുന്നത്, ഇത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണ്, ടാസ്കുകൾ വരും, അതുകൊണ്ട് ചോറും ഒരു കറിയുമേ ഉള്ളൂ, പട്ടിണിക്കൊന്നും നിങ്ങളെ ഇട്ടില്ലല്ലോ. ഇതിനിടയിൽ ഷാനവാസ് ഇന്നലത്തെ കാര്യവും എടുത്തിരുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കിയില്ല, ഉച്ചയ്ക്കത്തെ ഫുഡ് 6-6:30 ആയപ്പോഴാണ് തന്നത്. ഇന്നലെ നൂറയ്ക്ക് ഗ്യാസ് കയറി, ഇവിടെ പലരും മെഡിസിൻ കഴിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കഞ്ഞിയിൽ ഉപ്പിട്ട് തന്നാലും ഞങ്ങൾ കഴിക്കും, നിങ്ങളാണ് കിച്ചൺ ടീം. പക്ഷേ ഇവിടെ സാധനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് തരുന്നില്ല? ഞാനത് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കും. നീ പറ, നിനക്ക് ആഹാരം തരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറ, ജനങ്ങൾ കേൾക്കട്ടെ, വീട്ടിലുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ തന്നെ നവീനും പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പറ്റൂ, ഒരു ചോറും ഒരു കറിയുമേ തരികയുള്ളൂ, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യടോ എന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ ആരും പോയി ക്യാബേജൊക്കെ എടുത്ത് അരിയുന്നുണ്ട്, ചിലപ്പോൾ തോരൻ വെക്കാനാവാം. അക്ബർ വെറുതെ സോഫയിൽ ഇരിക്കുന്നുണ്ട്, ഒരു ജോലിയും ചെയ്യുന്നില്ല. അക്ബറും കൂടി ഹെൽപ്പ് ചെയ്താൽ കിച്ചണിലെ പണി പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ അനീഷും പറയുന്നുണ്ട്, അക്ബറിനെ വിളിച്ചോണ്ട് പോ, അക്ബർ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ അക്ബറിന് നല്ല മടിയുണ്ട്. നവീൻ മാത്രമാണ് കിച്ചണിൽ എന്തെങ്കിലും ജോലി എടുക്കുന്നത് തന്നെ. പിന്നെ കിച്ചണിൽ നിൽക്കുന്നത് അത്ര സിമ്പിളാണെന്ന് കരുതിയാണ് ഇവർ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് തന്നെ. പക്ഷേ വിചാരിച്ച അത്ര സിമ്പിളല്ല. പിന്നെ അക്ബർ പറയുന്നത്, നവീൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളും, ഞാൻ നവീനോട് ചോദിച്ചതാ, അപ്പോൾ അവനാ പറഞ്ഞതോ ഒന്നും ചെയ്യാനില്ല എന്ന്. വഴക്ക് ഇത്രയും വലുതായപ്പോൾ അക്ബർ നൈസായിട്ട് കിച്ചണിൽ പോയി നിൽക്കുന്നു, എന്നിട്ട് കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഷാനവാസ് പറയുന്നതിലും ന്യായമുണ്ട്. ഷാനവാസ് ചോദിക്കുന്നത്, ഇവിടെ ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ചാറ് കറിയുടെ കൂടെ കഴിക്കാൻ തോരനെങ്കിലും ഉണ്ടാക്കിക്കൂടെ? സാധനങ്ങൾ ഉണ്ടല്ലോ. 9 പേർക്ക് വേണ്ടി തോരൻ വെക്കാൻ വലിയ സമയമൊന്നും വേണ്ട. പിന്നെ ഹെൽപ്പിന് വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും സാബുമാനും അനീഷും ഒക്കെ കൂടെ ചെല്ലാറുമുണ്ട് കിച്ചണിലേക്ക്. എന്തായാലും ഭക്ഷണം കൃത്യസമയത്ത് കിട്ടാത്തതും സാധനങ്ങൾ ഉണ്ടായിട്ടും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതും ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.